1908 ഇന്ത്യൻ തുറമുഖ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുകയും ഉടമസ്ഥതയിൽ വരികയും ചെയ്യുന്ന തുറമുഖങ്ങളാണ് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യുന്നതിന് ഈ തുറമുഖങ്ങൾ നിർണായകമാണ്. കൂടാതെ രാജ്യത്തിന്റെ ഇറക്കുമതി, കയറ്റുമതി പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ തുറമുഖങ്ങളാണ്. 13 മേജർ പോർട്ടുകൾ ഉള്ള ഇന്ത്യയിൽ 14ാമതായി ഒന്നുകൂടി വരുന്നു, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. നോക്കാം ഇപ്പോൾ സമകാലിക പ്രസക്തി ആർജിക്കുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ട്രയൽ റൺ തുടങ്ങിയത് 2024 ജൂലൈ 12-നാണ്. PM നരേന്ദ്രമോദിയാണ് 2025 മെയ് 2-ന് ആദ്യഘട്ടം കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ആണ്. കേരള തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ നിലവിലെ CEO ശ്രീകുമാർ K നായരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം. ആദ്യമെത്തിയ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം സ്വാഭാവിക ആഴം 18 മീറ്റർ മുതൽ 20 മീറ്റർ വരെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പായ MSC അറീന വിഴിഞ്ഞത്ത് എത്തിയത് ജൂൺ 9, 2025-നാണ്.